ഹലോ ഫ്രണ്ട്സ്, 2024 നടന്ന കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിൻ്റെ IT ആൻഡ് സൈബർ ലോൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡയറക്റ്റിംഗ് ഡാറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ് typically found at the gateway between a local network and the internet? അതായത് ലോക്കൽ നെറ്റ്വർക്കും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഗേറ്റ്വേയിൽ സാധാരണയായിട്ട് കാണപ്പെടുകയും എന്നാൽ നെറ്റ്വർക്കുകൾക്കിടയിൽ ഡാറ്റ പാക്കറ്റുകൾക്ക് ദിശ നിശ്ചയിക്കുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ റോട്ടർ. Which networking device is responsible for directing data packets between networks typically found at the gateway between a local network and the internet? Router. Choose the correct HTML element for the largest heading. ഏറ്റവും വലിയ ഹെഡിങ്ങിനുള്ള HTML എലമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ H1. ഏറ്റവും വലിയ ഹെഡിങ്ങിനുള്ള HTML എലമെൻ്റാണ് H1. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് പ്രൈമറിലി യൂസ്ഡ് ഫോർ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ? ഇമെയിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പ്രധാനമായും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്. Which application software is primarily used for email communication? Microsoft Outlook. അടുത്ത ക്വസ്റ്റ്യൻ. Which type of network is used to connect multiple networks over large geographical areas such as countries or continents? രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ പോലെയുള്ള വലിയ ജിയോഗ്രഫിക്കൽ ഏരിയാസിലെ നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ്റെ ഫുൾ ഫോം വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ കോഡ് ഈസ് കോൾഡ്? ആൻസർ കമ്പൈലർ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കമ്പൈലർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കോമ്പണൻറ്റ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽസ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോസസ് ആൻഡ് ടാസ്ക്? ആൻസർ വരുന്നത് കേർണൽ. വിച്ച് കോമ്പണൻറ്റ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽസ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോസസ് ആൻഡ് ടാസ്ക്? ആൻസർ കേർണൽ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഔട്ട്പുട്ട് ഡിവൈസ് provides tactile feedback to the user, often used in gaming controllers and mobile devices? ഗെയിമിങ്ങിലും അതുപോലെ മൊബൈൽ ഡിവൈസസിലൊക്കെ ടാക്ടൈൽ ഫീഡ്ബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പർശനാനുഭവം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ് ഹാപ്റ്റിക് ഡിവൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫിഷിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ദാറ്റ് ഇൻവോൾവ്സ്? Answer sending fraudulent emails to obtain sensitive information. In programming, what is the purpose of a loop? Answer to execute a block of code multiple times. In programming, what is the purpose of a loop? Answer to execute a block of code multiple times. Last question. In spreadsheet software, what is the intersection of a row and a column called? In spreadsheet software, what is the intersection of a row and a column called? Answer cell. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ റോ ആൻഡ് കോളത്തിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സെല്ല്.